നമ്മൾ സെക്കൻഡ് ഇയർ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാണ്. ചാപ്റ്ററിന്റെ പേര് സോളിഡ് സ്റ്റേറ്റ് എന്നാണ്. ഗ്യാഷ്യസ് സ്റ്റേറ്റിനെ കുറിച്ചും ലിക്വിഡ് സ്റ്റേറ്റിനെ കുറിച്ചും ഒക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ഇയർ പ്ലസ് 1 പഠിച്ചിട്ടുണ്ട്. ഇതിപ്പോ ദ്രവ്യത്തിന്റെ മൂന്നാമത്തെ അവസ്ഥ അല്ലെങ്കിൽ ആദ്യത്തെ അവസ്ഥ സോളിഡ് സ്റ്റേറ്റ് ഖര അവസ്ഥയെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സോളിഡ്സിനുള്ള പ്രത്യേകത എന്തൊക്കെയാണ്? സോളിഡ്സിന് ഡെഫിനിറ്റ് സൈസ് ഉണ്ട്, ഷേപ്പ് ഉണ്ട്, വോളിയം ഉണ്ട്. ഇതൊക്കെ ഡെഫിനിറ്റ് ആണ്. നിശ്ചിതമായ ആകൃതിയും വലിപ്പവും വ്യാപ്തവും ഒക്കെ ഉള്ള സാധനമാണ് സോളിഡ്. അത് റിജിഡ് ആണ് അല്ലെ? റിജിഡ് ആണ്. അതിനെ കംപ്രസ് ചെയ്യാൻ പറ്റില്ല, ഇൻകംപ്രസിബിൾ ആണ്. അതിനെ അമർത്തി ചെറുതാക്കാൻ, അതിന്റെ വോളിയം കുറയ്ക്കാനൊന്നും പറ്റില്ല. ഇതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളിഡ്സിനകത്ത് അതിനകത്തുള്ള അടിസ്ഥാന കണികകൾ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ക്ലോസ്ലി പാക്ഡ് ആണ്. എന്ന് വെച്ചാൽ ഒട്ടും ഗ്യാപ്പ് ഇല്ലാതെ പാർട്ടിക്കിൾസ് ഇങ്ങനെ ക്രമീകരിച്ച് വെച്ചിരിക്കുകയാണ്. ഒന്നിനൊന്ന് തൊട്ട് പാർട്ടിക്കിൾസ് ക്രമീകരിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് സോളിഡ്സിനുള്ളിൽ. ലിക്വിഡിലും ഗ്യാസിലും കുറച്ച് ഗ്യാപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പാർട്ടിക്കിൾസിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ സോളിഡ്സിനകത്ത് ഉള്ള ഒരു പാർട്ടിക്കിളിന് എന്താ ഈ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താകാം? ആറ്റംസ് ആകാം. ഇപ്പൊ ഡയമണ്ടിലും ഗ്രാഫൈറ്റിലും ഒക്കെ കാർബണിന്റെ ആറ്റങ്ങളാണുള്ളത്. ഇനി അയോൺസ് ആവാം. സോഡിയം ക്ലോറൈഡ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് Na+Cl- എന്നീ അയോണുകളാണുള്ളത്. മോളിക്യൂൾ ആകാം. വെറും ഐസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഐസിനകത്ത് വാട്ടർ മോളിക്യൂൾസ് ആണ് ഇതിനകത്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആറ്റംസ് ആകാം, അയോൺസ് ആകാം, മോളിക്യൂൾസ് ആകാം. എന്തായാലും അതിന്റെ സ്ഫെറിക്കൽ ഷേപ്പുള്ളതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആറ്റം ആയാലും അയോൺ ആയാലും മോളിക്യൂൾ ആയാലും അതിന്റെ ഗോളങ്ങളായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഈ ഗോളങ്ങളെ, ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനെ ക്ലോസ്ലി പാക്ഡ് ആണെന്ന് പറയും. എന്താ ക്ലോസ്ലി പാക്ഡ്? ഒട്ടും തന്നെ ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ പാർട്ടിക്കിൾസിനെ ഇങ്ങനെ അടുക്കി വച്ചിരിക്കുകയാണ്. അപ്പൊ ഈ സോളിഡ്സ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആർ ക്ലോസ്ലി പാക്ഡ്. ക്ലോസ്ലി പാക്ഡ്. ആറ്റംസ് ആയാലും അയോൺസ് ആയാലും മോളിക്യൂൾസ് ആയാലും ക്ലോസ്ലി പാക്ഡ് ആണ്. അതുകൊണ്ടാണ് സോളിഡ്സിന് ഡെഫിനിറ്റ് സൈസ്, ഡെഫിനിറ്റ് ഷേപ്പ്, ഡെഫിനിറ്റ് വോളിയം ഇതൊക്കെ കിട്ടുന്നത്. സൈസ് ഡെഫിനിറ്റ് ആണ്, മാറില്ല. ഷേപ്പ് ഡെഫിനിറ്റ് ആണ്, മാറില്ല. വോളിയം ഡെഫിനിറ്റ് ആണ്. റിജിഡ് ആണത്. സോളിഡ്സ് പൊതുവെ റിജിഡ് ആണ്. ലിക്വിഡ്സോ ഗ്യാസോ പോലെ ഫ്ലെക്സിബിൾ ഒന്നും അല്ല, റിജിഡ് ആണ്. ഇൻകംപ്രസിബിൾ ആണ്. കംപ്രസ് ചെയ്തതിന്റെ ഇനി പാർട്ടിക്കിൾസിനെ ഞെരുക്കി അതിന്റെ വോളിയം കുറയ്ക്കാനൊന്നും പറ്റില്ല. ബിക്കോസ് ഓൾറെഡി അത് ഞെരുങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെയാണ് സോളിഡ്സിന്റെ പ്രത്യേകത. അപ്പോ നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് പോയിന്റ് സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഒന്നാമത് പഠിക്കുന്ന പോയിന്റ് സോളിഡ്സിനകത്ത് അല്ലെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ക്ലോസ്ലി പാക്ഡ് ആയതുകൊണ്ട് തന്നെ അതിന്റെ സൈസും ഷേപ്പും വോളിയും ഒക്കെ ഡെഫിനിറ്റ് ആണ്. അത് ഇൻകംപ്രസിബിൾ ആണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ സോളിഡ്സ് the constituent particles are closely packed, so they have definite size, shape and volume. ഇനി നമ്മളിനി പറയാൻ പോകുന്നത് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. സോളിഡ്സിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? രണ്ട് ടൈപ്പ് സോളിഡ്സ് ഉണ്ട്. സോളിഡ്സിനെ രണ്ട് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ക്രിസ്റ്റലൈൻ സോളിഡ്സ്, അമോർഫസ് സോളിഡ്സ്. രണ്ട് ടൈപ്പ് സോളിഡ്സ് ആണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്, അമോർഫസ് സോളിഡ്സ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ലോങ് റേഞ്ചിങ് ഓർഡറോട് കൂടിയാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിന്റെ പാക്കിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് മൊത്തം ഒരു ലാറ്റിസ് ആണെന്ന് വിചാരിക്കുക. പാർട്ടിക്കിൾ അടുക്കി വെച്ചേക്കുന്ന അടുക്കിനെയാണ്, ആ അടുക്കി വെച്ചേക്കുന്ന ഏരിയയാണ് നമ്മൾ ലാറ്റിസ് എന്ന് വിളിക്കുന്നത്. ഇത് ത്രൂ ഔട്ട് ഒരു ലാറ്റിസ് ആണെന്ന് വിചാരിക്കുക. അതിനകത്ത് ഈ ഭാഗത്ത് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനെ എങ്ങനെയാണോ അടുക്കിയിരിക്കുന്നത്, അല്ലെ ആ ക്രമീകരണ രീതി എങ്ങനെയാണോ, ആ ഓർഡർ ഓഫ് പാക്കിംഗ്, ആ അടുക്കിന്റെ ആ രീതി ഈ ലാറ്റിസ് ത്രൂ ഔട്ട് കണ്ടിന്യൂ ചെയ്യുന്നതായി കാണാം. പീരിയോഡിക്കലായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ എങ്ങനെ പാക്ക് ചെയ്തിരിക്കുന്നു അതേപോലെ തന്നെ വീണ്ടും അതേപോലെ തന്നെ ആയിരിക്കും ഇവിടെയും, അതേപോലെ തന്നെ ആയിരിക്കും അവിടെയും ഇവിടെയും. ലാറ്റിസിനകത്ത് ത്രൂ ഔട്ട് ഒരേ രീതിയിൽ പാർട്ടിക്കിൾസിനെ പാക്ക് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പറയും the constituent particles are packed with a long ranging order. Constituent particles are packed with a
ലോങ് റേഞ്ചിങ് ഓർഡർ. കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ ആറ്റംസ് ആകാം, അയോൺസ് ആകാം, മോളിക്യൂൾസ് ആകാം, നമ്മൾ നേരത്തെ പറഞ്ഞു. അത് ലോങ് റേഞ്ചിങ് ഓർഡറോട് കൂടിയാണ് പാക്ക് ചെയ്തേക്കുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. അമോർഫസ് സോളിഡ്സ് ആകുമ്പോഴത്തേക്ക് ഷോർട്ട് റേഞ്ചിങ് ഓർഡറേ ഉള്ളൂ. ഷോർട്ട് റേഞ്ചിങ് ഓർഡർ, അതായത് ലാറ്റിസ് ഇതാണെന്ന് വിചാരിക്കാം. നമ്മുടെ പാർട്ടിക്കിൾസിന് അടിയിരിക്കുന്ന ലാറ്റിസ് ഇതാണെങ്കിൽ ഇവിടത്തെ അടുക്ക് പോലെ ആയിരിക്കില്ല ഇവിടെ, അതുപോലെ ആയിരിക്കില്ല ഇവിടെ. ക്ലോസ്ലി പാക്ഡ് തന്നെ ആയിരിക്കും, അടുങ്ങിയ രീതി തന്നെ ഇരിക്കുകയായിരിക്കും. പക്ഷെ ആ അടുക്കിന്റെ ആ ക്രമീകരണ രീതി, പാർട്ടിക്കിൾസ് ക്രമീകരിച്ചിരിക്കുന്ന രീതി ഒരുപോലെ ആയിരിക്കില്ല. ഇവിടെ ഒരു ഓർഡർ, ഇവിടെ വേറൊരു ഓർഡർ ഓഫ് പാക്കിംഗ്, ഇവിടെ വേറൊരു ഓർഡർ ഓഫ് പാക്കിംഗ്, അങ്ങനെ ഓർഡർ ഓഫ് പാക്കിംഗ് ഡിഫർ ചെയ്യും. അപ്പൊ നമ്മുടെ ഷോർട്ട് റേഞ്ചിങ് ഓർഡർ ഉള്ള സോളിഡ്സ് ആണ് അമോർഫസ് സോളിഡ്സ്. ഇനി ക്രിസ്റ്റലൈൻ സോളിഡ്സിന് എല്ലായിടത്തും ഒരേപോലെ അടുക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടാവും. അത് മെൽറ്റ് ചെയ്യുന്നത് സോളിഡിനെ നമ്മൾ മെൽറ്റ് ചെയ്യുകയാണെങ്കിൽ, എല്ലാ കോൺസ്റ്റന്റ് ആയിട്ട് ടെമ്പറേച്ചർ നമ്മളിങ്ങനെ കൊടുത്ത് മെൽറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ലാറ്റിസിനകത്ത് എല്ലാ ഭാഗത്തും ഒരുപോലെയുള്ള മെൽറ്റിംഗ് ഒരേ സമയം മെൽറ്റ് ചെയ്ത് തുടങ്ങും. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ സോളിഡിനെ ഹീറ്റ് ചെയ്യുന്നു, ഹീറ്റ് ചെയ്ത് വരുമ്പോ അതിന്റെ ഈ ഭാഗത്ത് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇവിടുത്തെ പാർട്ടിക്കിൾ മൂവ് ചെയ്യാൻ തുടങ്ങും. മൂവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് മാറുമ്പോഴാണ് മൂവ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ പാർട്ടിക്കിൾസ് ഫിക്സഡ് ആണ്. അപ്പം ചൂടാക്കി വന്നൊരു പ്രത്യേക ടെമ്പറേച്ചർ എത്തുമ്പോൾ മുഴുവൻ ലാറ്റിസിലെയും പാർട്ടിക്കിൾസ് ഒരുമിച്ച് മൂവ് ചെയ്യാൻ തുടങ്ങും. എന്ന് വെച്ചാൽ അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പതുക്കെ ട്രാൻസ്ഫോംഡ് ആവും. ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആണ് അതിനുള്ളത്. മെൽറ്റിംഗ് പോയിന്റ് ഷാർപ്പാണ്. ഹീറ്റ് ചെയ്ത് ഒരു പ്രത്യേക ടെമ്പറേച്ചർ എത്തുമ്പോൾ ത്രൂ ഔട്ട് ദ സോളിഡ് മെൽറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ആ മെൽറ്റിംഗ് തുടങ്ങും. എവിടെയെങ്കിലും ഒരു ഭാഗം മാത്രം മെൽറ്റ് ചെയ്യുകയും ബാക്കിയുള്ളവരുടെ പാർട്ടിക്കിൾസ് മെൽറ്റ് ചെയ്യാതിരിക്കും, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ തന്നെ സോളിഡ് മെൽറ്റ് ചെയ്ത് തുടങ്ങും. കാര്യം എല്ലായിടത്തും പാക്കിംഗ് ഓഫ് ഓർഡർ എങ്ങനെയാണ്, ഒരുപോലെയാണ്. പക്ഷെ അമോർഫസ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കൃത്യമായ ഒരു മെൽറ്റിംഗ് പോയിന്റ് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് അതിനകത്ത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് പാക്കിംഗ്. ചില ഭാഗത്ത് നല്ല തിക്കായിട്ടായിരിക്കും പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത്തരം ആ ഭാഗത്ത് ഒരുപാട് ടെമ്പറേച്ചർ കിട്ടിയാലേ അവിടുത്തെ പാർട്ടിക്കിളിന് മെൽറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. വേറെ ഭാഗത്ത് പാർട്ടിക്കിൾസിന്റെ ക്രമീകരണ രീതി കുറച്ചുകൂടെ ലൂസ് ആണെന്ന് വിചാരിക്കുക. അവിടെ കുറച്ച് ടെമ്പറേച്ചർ കിട്ടുമ്പോൾ തന്നെ അത് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. മീനിങ് അമോർഫസ് സോളിഡ്സിന് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഇല്ല. അത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ടെമ്പറേച്ചറിൽ മെൽറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും, വേറൊരു ടെമ്പറേച്ചറിലായിരിക്കും ആ മെൽറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ഒരു ടെമ്പറേച്ചർ എത്തുമ്പോൾ ചില ഭാഗമൊക്കെ മെൽറ്റ് ചെയ്യാൻ തുടങ്ങും, അവിടെ ഇവിടെയൊക്കെ മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. എന്നാൽ എല്ലാ ഭാഗവും മെൽറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ആ മെൽറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അത് വേറെ ടെമ്പറേച്ചറിലേക്ക് തന്നെ എത്തിക്കേണ്ടി വരും. സോ നമ്മൾ പറയും മെൽറ്റ് ഓവർ എ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയും. മെൽറ്റ് ചെയ്ത് തീരുന്നത് ഒരു ടെമ്പറേച്ചർ റേഞ്ചിന് ഉള്ളിലാണ്. ഷാർപ്പായിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ് അല്ല, ഒരു ടെമ്പറേച്ചർ റേഞ്ച്, ഇത്ര മുതൽ ഇത്ര വരെ എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ റേഞ്ച് നമ്മൾ പറയേണ്ടി വരും. ഒരു ടെമ്പറേച്ചറിൽ സ്റ്റാർട്ട് ചെയ്ത് വേറൊരു ടെമ്പറേച്ചറിലായിരിക്കും മെൽറ്റിംഗ് കംപ്ലീറ്റഡ് ആവുന്നത്. സോ അമോർഫസ് സോളിഡ്സിന് എന്താണ് മെൽറ്റിംഗ് പോയിന്റ് ഷാർപ്പ് അല്ല. അമോർഫസ് സോളിഡ്സ് മെൽറ്റ് ഓവർ എ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഇപ്പൊ രണ്ട് ഡിഫറൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ലോങ് റേഞ്ചിങ് ഓർഡർ ആണ്. പാർട്ടിക്കിൾസ് പാക്ക് ചെയ്തേക്കുന്ന അതേ രീതി ത്രൂ ഔട്ട് ഫോളോ ചെയ്യുന്നു, അതാണ് ലോങ് റേഞ്ചിങ് ഓർഡർ. അമോർഫസ് സോളിഡ്സിന് ഷോർട്ട് റേഞ്ചിങ് ഓർഡർ മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ ഡിഫറൻസ്, ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആണ്. അമോർഫസ് സോളിഡ്സ് ആകുമ്പോൾ മെൽറ്റ് ഓവർ എ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഇനി മൂന്നാമത്തെ ഡിഫറൻസ്, ഒരു ക്രിസ്റ്റലൈൻ സോൾട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു അതിന്റെ ലാറ്റിസിനുള്ളിൽ, ആ പാർട്ടിക്കിൾസിനെ ക്രമീകരിച്ച് വെച്ചിരിക്കുന്ന ലാറ്റിസിനുള്ളിൽ ഡിഫറെന്റ് ഡയറക്ഷൻസിലോട്ട് നോക്കിയാൽ അതിന്റെ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കുമോ ഡിഫറെന്റ് ആയിരിക്കുമോ? ഒരു പോയിന്റ് എടുത്തിട്ട് അതിന് ചുറ്റാലുള്ള വിവിധ ദിശകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, ഭൗതിക സ്വഭാവങ്ങൾ എല്ലാ ദിശയിലും ഒരുപോലെ ആയിരിക്കുമോ വ്യത്യാസമായിരിക്കും? നമുക്ക് തോന്നും ക്രിസ്റ്റലൈൻ സോളിഡ്സിനകത്തെല്ലാം ഒരേ രീതിയിൽ പാക്കിംഗ് വെച്ചിരിക്കല്ലേ, അതുകൊണ്ട് ലാറ്റിസിനകത്ത് പോയിന്റ് എടുത്തിട്ട് അതിന് ചുറ്റാലുള്ള ഏത് ദിശയിൽ നോക്കിയാലും ഫിസിക്കൽ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കുമെന്ന് നമുക്ക് തോന്നും. പക്ഷെ സെയിം ആയിരിക്കില്ല, ഡിഫറന്റ് ആയിരിക്കും. എന്തായാലും കാരണം ഇത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒരു അയോണിക് ക്രിസ്റ്റൽ എടുക്കാം. നമുക്കിപ്പോ ഒരു നെഗറ്റീവ് അയോൺ, പോസിറ്റീവ് അയോൺ, നെഗറ്റീവ് അയോൺ, പോസിറ്റീവ് അയോൺ, നെഗറ്റീവ് അയോൺ, പോസിറ്റീവ് അയോൺ,
ഇങ്ങനെ പോകുന്ന ഒരു ലൈൻസ്, ഇങ്ങനെ പോകുന്ന ഒരു ലൈൻ. അടുത്ത റോയിൽ പോസിറ്റീവ് അയൺ, നെഗറ്റീവ് അയൺ, പോസിറ്റീവ് അയൺ, നെഗറ്റീവ് അയൺ, പോസിറ്റീവ് അയൺ, നെഗറ്റീവ് അയൺ. അടുത്ത റോയിൽ വീണ്ടും നെഗറ്റീവ് അയൺ, പോസിറ്റീവ് അയൺ, നെഗറ്റീവ് അയൺ, പോസിറ്റീവ് അയൺ, നെഗറ്റീവ് അയൺ, പോസിറ്റീവ് അയൺ. ഇതില് എല്ലാ ഡയറക്ഷനിലും പ്രോപ്പർട്ടി ഒരുപോലെയാണെന്ന് വെച്ചാൽ ഈ ഡയറക്ഷനിൽ പോസിറ്റീവ് അയൺ, നമ്മൾ ഈ കറുത്ത പുള്ളിയിട്ട് കാണിച്ചിരിക്കുന്ന പോസിറ്റീവ് അയൺ ആണ്. പോസിറ്റീവ് അയൺ മാത്രമേ ഉള്ളൂ. ഈ ഡയറക്ഷനിൽ നോക്കിയാൽ നെഗറ്റീവ് അയൺ മാത്രമേ ഉള്ളൂ. ഈ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് അയൺ നെഗറ്റീവ് അയൺ ആൾട്ടർനേറ്റ് ആയിട്ട് വരികയാണ്. അപ്പൊ എല്ലാ ഡയറക്ഷനിലും പാർട്ടിക്കിളിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഒരുപോലെ അല്ല. കൃത്യമായ അടുക്കുള്ളത് കൊണ്ട് തന്നെയാണ് ആ പ്രശ്നം വരുന്നത്. കൃത്യമായി അടുക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് പാർട്ടിക്കിൾസിന് ഓരോന്നിനും അതിന്റേതായ സ്ഥാനങ്ങളിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അപ്പൊ ഒരു പോയിന്റ് എടുത്തിട്ട് അതിൽ അല്ലെങ്കിൽ ഡിഫറന്റ് ഡയറക്ഷൻസ് എടുത്തിട്ട് എല്ലാ ഡയറക്ഷനിലുള്ള പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് ഒരുപോലെ ആയിരിക്കണം എന്ന് വെച്ചാൽ അങ്ങനെ ആയിരിക്കില്ല. കൃത്യമായ അടുക്കുള്ളത് കൊണ്ട് തന്നെ എല്ലാ ഡയറക്ഷൻസിലും പാർട്ടിക്കിൾസ് ഒരേപോലെ തന്നെ അറേഞ്ച് ചെയ്യണമെന്നില്ല. കണ്ടില്ല, ഇവിടെ ഇപ്പൊ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു അയോണിക് സോളിഡ് ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ ആറ്റംസ് ആകാം, മോളിക്യൂൾസ് ആകാം, അയോൺസ് ആവാം. ഈ ഒരു പ്രോപ്പർട്ടി പറയാൻ ഏറ്റവും ബെറ്റർ അയോണിക് സോളിഡ് എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ കണ്ടു കഴിഞ്ഞാൽ നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെ അയോൺസ് ആൾട്ടർനേറ്റ് ആയിട്ട് അടുക്കി വെച്ചിരിക്കുന്ന ഒരു പെർഫെക്റ്റ് ക്രിസ്റ്റലൈൻ ലാറ്റിസ് ആണ്. ലോങ് റേഞ്ചിങ് ഓർഡറൊക്കെ നോക്കിയാലുണ്ട്. ഇവിടെ ഉള്ള അതേ ഓർഡർ ത്രൂ ഔട്ട് ലാറ്റിസ് മുഴുവൻ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഇത് ലോങ് റേഞ്ചിങ് ഓർഡർ ഉണ്ട്. ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഷാർപ്പ് ആയിരിക്കും. കാര്യം എല്ലായിടത്തും പാർട്ടിക്കിൾസിനെ ഒരേ കണക്ക് അടിക്കുന്നത് കൊണ്ട് എല്ലാ ഭാഗവും മെൽറ്റ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ തന്നെ ആയിരിക്കും. പക്ഷേ ലാറ്റിസിനുള്ളിലെ ഡിഫറന്റ് ഡയറക്ഷൻസിൽ ഒരു സെയിം സോൾട്ടിന്റെ ലാറ്റിസ് എടുത്താൽ ആ സെയിം സോൾട്ടിനുള്ളിൽ തന്നെ ഡിഫറന്റ് ഡയറക്ഷൻസിൽ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും എന്ന് വെച്ചാൽ ആയിരിക്കില്ല എന്ന് വേണം പറയാൻ പറ്റുക. ഈ ഡയറക്ഷനിൽ നോക്കൂ, പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് ആൾട്ടർനേറ്റ് ആയിട്ട് വരുന്നു. അപ്പൊ ഇതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതുപോലെ ഇലക്ട്രിക് റെസിസ്റ്റൻസ്, ഇതൊക്കെ ആവാം. ഇത്തരം പ്രോപ്പർട്ടീസ് ഈ ദിശയിലുള്ളത് പോലെ ആയിരിക്കില്ല ഈ ഡയറക്ഷൻ, അതുപോലെ ആയിരിക്കില്ല ഈ ഡയറക്ഷൻ. ഈ ഡയറക്ഷനിൽ പോസിറ്റീവ് അയൺസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് തമ്മിൽ എന്താണ് അകലത്തിനൊക്കെ വ്യത്യാസമുണ്ട്. പോസിറ്റീവ് അയൺസ് മാത്രമേ ഉള്ളൂ. ഈ ദിശയിൽ നെഗറ്റീവ് അയൺസ് മാത്രമേ ഉള്ളൂ. ഈ ദിശയിൽ പോസിറ്റീവ് നെഗറ്റീവ് ആൾട്ടർനേറ്റ് ആയിട്ട് വരുന്നു. അപ്പൊ ഈ ലാറ്റിസിനുള്ളിൽ ഡിഫറന്റ് ഡയറക്ഷൻസിൽ പ്രോപ്പർട്ടീസ് ഒരിക്കലും ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒരിക്കലും ഒരുപോലെ വരില്ല. ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ഒരു പ്രത്യേകതയാണത്. ഡിഫറന്റ് ഡയറക്ഷൻസിൽ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും, ഡിഫറന്റ് ആയിരിക്കും. ഡിഫറന്റ് ആയിരിക്കും, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറന്റ് ആയിരിക്കും. ഡിഫറന്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് കാണിക്കുന്നതെങ്കിൽ അത് അൺഐസോട്രോപിക് എന്ന് പറയും. സെയിം പ്രോപ്പർട്ടീസ് ആണ് എല്ലാ ഡയറക്ഷൻസിലും കാണിക്കുന്നതെങ്കിൽ ഐസോട്രോപിക് എന്നും, ഡിഫറന്റ് ഡയറക്ഷൻസിൽ ഡിഫറന്റ് പ്രോപ്പർട്ടീസ് കാണിച്ചാൽ വ്യത്യസ്തമായ സ്വഭാവങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ, ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെ വാല്യൂസിൽ ഡിഫറൻസ് ഉണ്ട് എങ്കിൽ അത് അനൈസോട്രോപിക് എന്ന് പറയും. ഇപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡ്സ് അനൈസോട്രോപിക് ആണ്. നമുക്ക് സംഭവിക്കാനുള്ള ഒരു തെറ്റാവുന്ന ഒരു കാര്യമാണ്. കാര്യം ക്രിസ്റ്റലൈൻ സോളിഡ്സ് പെർഫെക്റ്റ് ഓർഡർ ഉള്ള പാക്കിംഗിന്റെ ആയതുകൊണ്ട് ഒരേ പ്രോപ്പർട്ടി ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചു പോകും. അങ്ങനെയല്ല, ശ്രദ്ധിക്കണം. ഡിഫറന്റ് ഡയറക്ഷൻസിൽ അതിന്റെ ഡിഫറന്റ് പ്രോപ്പർട്ടീസ് ആണ് അനൈസോട്രോപിക്. പക്ഷെ അമോർഫസ് സോളിഡ്സ് ഐസോട്രോപിക് ആണ്. കാര്യം അതെന്താ, അവിടെ ഇങ്ങനെ കൃത്യമായ പാർട്ടിക്കിൾസിന് കൃത്യമായ സ്ഥാനമൊന്നുമില്ല. ഒരുമാതിരി വാരിക്കൂട്ടിയിട്ടേക്കണമാണ്. വാരിക്കൂട്ടിയിട്ടേക്കുമ്പോഴത്തേക്ക് ഏത് ദിശയിലും പ്രോപ്പർട്ടീസ് ഒക്കെ ഏകദേശം ഒരുപോലെ വലിയ വ്യത്യാസമൊന്നും കാണില്ല. ഇന്ന ഭാഗത്തെ പോസിറ്റീവ് ആയിട്ട് കാണുള്ളൂ, ഇന്ന ഭാഗത്തെ നെഗറ്റീവ് ആയിട്ട് കാണുള്ളൂ എന്നൊന്നുമില്ല. പാർട്ടിക്കിൾസ് എല്ലാം കൂടെ വാരി ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നതാണ്, ചേർന്നിരിക്കുകയാണ്. അപ്പൊ അവിടെ പെർഫെക്റ്റ് ഓർഡർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിന്റെ മധ്യത്തിൽ ഒരു പോയിന്റ് എടുത്തിട്ട് ഏത് ദിശയിൽ നോക്കിയാലും ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ മോറോർലെസ് സെയിം ആയിരിക്കും, ഏകദേശമൊക്കെ സെയിം ആയിരിക്കും. അതുകൊണ്ട് ഡിഫറന്റ് ഡയറക്ഷൻസിൽ സെയിം പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട് ഐസോട്രോപിക് ആണ്. എത്ര ഡിഫറൻസ് ആയി? 3 ഡിഫറൻസ് ആയി. ക്രിസ്റ്റലൈൻ സോളിഡ്സിനകത്തുള്ള ഓർഡർ ഓഫ് പാക്കിംഗ് ലോങ് റേഞ്ചിങ് ഓർഡർ ആണ്. അമോർഫസ് സോളിഡ്സിനകത്ത് ഷോർട്ട് റേഞ്ചിങ് ഓർഡറേ ഉള്ളൂ. ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഷാർപ്പാണ്. പക്ഷെ അമോർഫസ് സോളിഡ്സ് ഇങ്ങനെ വരികൂട്ടിയിട്ടേക്കുന്നത് കൊണ്ട് തന്നെ പല ഭാഗത്തും പല അടുക്കായതുകൊണ്ട് തന്നെ മെൽറ്റ് ചെയ്യുന്നത് ഒരു ടെമ്പറേച്ചർ റേഞ്ചിനുള്ളിലാണ്. പിന്നെ ക്രിസ്റ്റലൈൻ സോളിഡ്സ് അനൈസോട്രോപിക് ആണ്. അതിന്റെ ഡിഫറന്റ് ഡയറക്ഷൻസിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒരുപോലെ ആവണമെന്നില്ല. പക്ഷെ അമോർഫസ് സോളിഡ്സ് ഐസോട്രോപിക് ആണ്. ഇനി 4ാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ട്രൂ സോളിഡ്സ് എന്നാണ് വിളിക്കുക. ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ മറ്റൊരു പേര് ശരിക്കും സോളിഡ്സ് ആണ്.
പാർട്ടിക്കിൾസ് ഒക്കെ ഫിക്സഡ് പൊസിഷൻ ഉണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മൂവ് ചെയ്യില്ല. ഈ പാർട്ടിക്കിൾസിനൊക്കെ ആകെ ഒരു ഓസിലേറ്ററി മൂവ്മെന്റ് മാത്രമാണ് പോസിബിൾ. ഞാനിപ്പോ ഇത്രയും ഗ്യാപ്പിട്ട് വരച്ചേക്കുന്നെങ്കിൽ ഇങ്ങനെ ഗ്യാപ്പിട്ട് ഇരിക്കുക, ഇതെല്ലാം ടച്ച് ചെയ്തായിരിക്കും. ഒരു വ്യത്യാസം അറിയാൻ വേണ്ടി ഇങ്ങനെ വരച്ചതേ ഉള്ളൂ. പാർട്ടിക്കിൾസ് ടച്ച് ചെയ്തായിരിക്കുക. അപ്പൊ ആ പാർട്ടിക്കിൾസിന് അതിന്റെ മെയിൻ പൊസിഷനിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഓസിലേറ്റ് ചെയ്യാൻ പറ്റും എന്നല്ലാതെ മറ്റു മൂവ്മെന്റ്സ് ഒന്നും അതിന് പോസിബിൾ അല്ല, മറ്റു മൂവ്മെന്റ്സ് ഒന്നും പെർമിറ്റഡ് അല്ല. ട്രൂ സോളിഡ്സ് ആണ്, ക്ലിയർ ആണ്, ക്രിസ്റ്റലൈൻ സോളിഡ്സ്. പക്ഷെ അമോർഫസ് സോളിഡ്സ് ആക്ച്വലി ട്രൂ സോളിഡ്സ് അല്ല, അത് നമ്മള് സ്യൂഡോ സോളിഡ്സ് എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്നാണ് വിളിക്കുക. കാര്യം ജസ്റ്റ് കുറെ നേരമൊക്കെ വെയിറ്റ് ചെയ്ത ഒരുപാട് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഈ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യും. അമോർഫസ് സോളിഡ്സിനകത്ത് ഇരിക്കുന്ന പാർട്ടിക്കിൾസ് ക്ലോസ്ലി പാക്ഡ് ആണെങ്കിൽ ചെറിയ ഗ്യാപ്പ് അതിന്റെ ഇടയിൽ ഉള്ളതുകൊണ്ട്, പല ഭാഗങ്ങളിലും പല അടുക്കാണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ചെറിയ ഗ്യാപ്പ് അതിന്റെ ഇടയിൽ ഉള്ളതുകൊണ്ട് അത് മൂവ് ചെയ്യും. കഴിഞ്ഞത് നമ്മൾ പഠിച്ചു ഗ്ലാസ്. ഈ ഓൾഡ് മോണുമെന്റ്സിന്റെയും ബിൽഡിംഗിന്റെയും വിൻഡോ പാനൽസ് അല്ലെങ്കിൽ പെയിന്റ്സ് നോക്കിയാൽ ആ ഗ്ലാസ്, ആ പഴയ കെട്ടിടങ്ങളുടെയൊക്കെ ജനൽപാളികൾ നോക്കിയാൽ ആ ജനൽപാളി നിർമ്മിച്ചിരിക്കുന്ന ഗ്ലാസിന്റെ മുകൾ ഭാഗം തിന്നായി, താഴ്ഭാഗം നല്ല തിക്കായിരിക്കും. താഴ്ഭാഗം നല്ല തിക്കായിരിക്കും, കട്ടി ഇങ്ങനെ കൂടിയിരിക്കും, മുകൾ ഭാഗം ഇങ്ങനെ തിന്നായിരിക്കും. കഴിഞ്ഞ പഠിച്ച കാര്യം ഇതൊരു സോളിഡാണ് അല്ലേ, ഇതൊരു അമോർഫസ് സോളിഡാണ്, ക്രിസ്റ്റലൈൻ അല്ല, അമോർഫസ് സോളിഡാണ് ഗ്ലാസ്. അപ്പൊ അത് വർഷങ്ങൾ എടുക്കുമ്പോ ഈ അമോർഫസ് സോളിഡിനകത്തുള്ള പാർട്ടിക്കിൾസ് താഴേക്ക് ഒഴുകും. ഫ്ലൂയിഡിറ്റി ഉണ്ട് കുറച്ച്, ലിക്വിഡുകളെ പോലെ അത് ഫ്ലോ ചെയ്യും, അങ്ങനെ താഴേക്ക് ഫ്ലോ ചെയ്യും. പക്ഷെ ഹൈലി ഡിസ്കസ് ആണ്, വിസ്കോസിറ്റി ഭയങ്കര കൂടുതലാണ് ഈ ഗ്ലാസിന്. ഹൈലി ഡിസ്കസ് ആണെങ്കിൽ വർഷങ്ങൾ എടുക്കുമ്പോൾ 100, 100, 200 വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ ഇത് കുറേശ്ശെ ഈ ഗ്ലാസ് താഴേക്ക് ഇങ്ങനെ ഒഴുകി വരും. ഇപ്പൊ താഴേക്ക് ഒഴുകി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന്റെ ബോട്ടം സൈഡ് നല്ല തിക്കറായി, അപ്പർ സൈഡ് ശരിക്കും തിന്നായിട്ട് കഴിയും. ഇത് നമ്മൾ കഴിഞ്ഞ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതൊന്ന് മനസ്സിലാകുന്ന കാര്യം, ഈ ഗ്ലാസ് എന്ന് പറയുന്ന അമോർഫസ് സോളിഡ് ട്രൂ സോളിഡ് ആണോ എന്ന് വെച്ചാൽ അല്ല. അതിന് കുറച്ച് ഫ്ലൂയിഡിറ്റി ഒക്കെ ഉണ്ട്, അതിന്റെ പാർട്ടിക്കിൾസിന് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഒക്കെ ഉണ്ട്, പക്ഷെ ഒരുപാട് സമയം കൊണ്ടേ മൂവ് ചെയ്യുള്ളൂ. സോ ദേ ആർ കൺസിഡേർഡ് ആസ് സ്യൂഡോ സോളിഡ്സ്. അമോർഫസ് സോളിഡ്സ് റിയൽ സോളിഡ് ആയിട്ട് പരിഗണിക്കുന്നില്ല, സ്യൂഡോ ഫാൾസ് സോളിഡ്സ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്നാണ് വിളിക്കുക. സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്, ഒരു ലിക്വിഡിനെ സൂപ്പർ കൂൾ ചെയ്ത് സോൾഡിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ എന്നുള്ളതാണ് മീനിങ്. അതായത് ദേ ആർ നോട്ട് കൺസിഡേർഡ് ആസ് ട്രൂ സോളിഡ്സ്. അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഓൾമോസ്റ്റ് ലിക്വിഡിന്റെ പ്രോപ്പർട്ടീസ് അത് കാണിക്കുന്നുണ്ട്. ഒരു ലിക്വിഡിനെ എടുത്ത് സൂപ്പർ കൂൾ ചെയ്ത് സോൾഡ് ആക്കി വെച്ചേക്കുന്നത് പോലേ ഉള്ളൂ അമോർഫസ് സോളിഡ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ്, ട്രൂ സോളിഡ്സ്, ഇതൊക്കെ ഇതിന്റെ ഡിഫറൻസ് ആണ്. അപ്പൊ 4 ഡിഫറൻസ്. വേറെ ഡിഫറൻസ് പറയാൻ പറ്റും. ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ഗെറ്റുകളൊക്കെ കുറച്ചുകൂടി ഡിഫൈൻഡ് ആണ്, വെൽ ഡിഫൈൻഡ് ആണ്. അമോർഫസിന് അങ്ങനെയല്ല. അങ്ങനെയൊക്കെ പറയാം, ഒരുപാട് എക്സാമ്പിൾസ് കൂടെ പറഞ്ഞ ശേഷം പറയാം. ഇപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത് സോഡിയം ക്ലോറൈഡ് ഒരു ക്രിസ്റ്റലൈൻ സോൾഡ് ആണ്. ക്വാർട്സ് എന്ന് പറയുന്നത് ഒരു ക്രിസ്റ്റലൈൻ സോൾഡ് ആണ്. SiO2 സിലിക്കൺ ഡയോക്സൈഡ് ഒരു ടൈപ്പ് സിലിക്കയാണ് ക്വാർട്സ് എന്ന് പറയുന്നത്. അത് ഒരു ക്രിസ്റ്റലൈൻ സോൾഡ് ആണ്. NaCl, ക്വാർട്സ് ഒക്കെ ക്രിസ്റ്റലൈൻ സോൾഡ്സിന് എക്സാമ്പിൾ ആണ്. ഇതിനൊക്കെ എന്താണ്, ഇതിന്റെ എഡ്ജസ് ഒക്കെ വെൽ ഡിഫൈൻഡ് ആണ്. പിന്നെ അതിന്റെ ഒരു പ്രത്യേകതയാണ്. അതേസമയം അമോർഫസ് സോൾഡ്സിന് എക്സാമ്പിൾ ഗ്ലാസ് നമുക്ക് കാണുമ്പോഴത്തേക്ക് ക്രിസ്റ്റലൈൻ എന്ന് തോന്നും. കാര്യം ഗ്ലാസ് നമ്മൾ മുറിക്കുമ്പോൾ വെൽ ഡിഫൈൻഡ് എഡ്ജസ് ഉണ്ടാവുന്നില്ല എന്നൊക്കെ തോന്നും. പക്ഷെ ഗ്ലാസ് ആക്ച്വലി അമോർഫസ് ആണ്. പിന്നെ അതുപോലെ റബ്ബർ, പ്ലാസ്റ്റിക്, ഇതൊക്കെ അമോർഫസ് സോളിഡ്സിന് എക്സാമ്പിൾസ് ആണ്. സോ നമ്മളിപ്പോ ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും നമ്മുടെ ഡിഫറൻസസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ അതിന്റെ ഒരു ചാർട്ട് കാണിക്കും. അതിന് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പൊ ക്രിസ്റ്റലൈൻ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ സോളിഡ്സിനകത്ത് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ക്ലോസ്ലി പാക്ഡ് ആണ്. പാർട്ടിക്കിൾസ് ഒക്കെ ഗ്യാപ്പില്ലാതെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു അല്ലേ. അതുകൊണ്ടാണ് അതിന്റെ ഡെഫിനിറ്റ് സൈസും ഷേപ്പും വോളിയും ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞു. ഇനി സോളിഡ്സ് 2 ടൈപ്പ് ഉണ്ട്. ക്രിസ്റ്റലൈൻ സോളിഡ്സും ഉണ്ട്, അമോർഫസ് സോളിഡ്സും ഉണ്ട്. അത് തമ്മിൽ എന്താണ് വ്യത്യാസം? എന്തിനാണ് പ്രധാന വ്യത്യാസം? പാർട്ടിക്കിൾസ് പാക്ക് ചെയ്തിരിക്കുന്ന ഓർഡർ ഓഫ് പാക്കിങ്ങിലാണ് ഡിഫറൻസ്. എന്താണ് ഡിഫറൻസ് എന്നുള്ളത് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു. 4 ഡിഫറൻസ് പറഞ്ഞു, അതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞു. ഇനി ഈ അമോർഫസ് സോളിഡ്സ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടെമ്പറേച്ചർ എത്തുമ്പോൾ അത് ക്രിസ്റ്റലൈൻ ആവാറുണ്ട്.
നമ്മൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പഴയ സിവിലൈസേഷൻസ് എന്നൊക്കെ കിട്ടുന്ന ഈ ഗ്ലാസ്, ഓൾഡ് സിവിലൈസേഷൻസ് കിട്ടുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ അങ്ങനെയൊക്കെയുള്ള മെത്തേഡ് ഉണ്ടാവും. അപ്പൊ അവിടെ കിട്ടുന്ന ഗ്ലാസ് ഒബ്ജക്ട്സ് പലതും കുറച്ച് മിൽക്കി അപ്പിയറൻസ് ഉണ്ടാവാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വൈറ്റ് ആയിട്ട് കാണാറുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ കാലക്രമേണ വർഷങ്ങളോളം കിടന്നിട്ട് ഇങ്ങനെ ചൂടും കാറ്റും ഒക്കെ കൊണ്ടിട്ട് അത് അമോർഫസ് ഫോമിൽ നിന്ന് ക്രിസ്റ്റലൈൻ ഫോമിലേക്ക് മാറുന്നതാണ് ആ മിൽക്കി അപ്പിയറൻസ് വരാണ്ടായി. ഓൾഡ് സിവിലൈസേഷൻസ് നിന്നൊക്കെ കിട്ടുന്ന ഗ്ലാസ് ഒബ്ജക്ട്സും മറ്റുമൊക്കെ മിൽക്കി അപ്പിയറൻസിൽ കാണാൻ കാര്യം അത് ആക്ച്വലി ഗ്ലാസ് അമോർഫസോൾഡ് ആണ്. പക്ഷെ ഇങ്ങനെ വർഷങ്ങളോളം ഇങ്ങനെ ചൂടും അതുപോലെ പ്രഷറും ഒക്കെ അതിന് വേണ്ടി ആഡ് ചെയ്യപ്പെട്ട് അത് ക്രിസ്റ്റലൈനായിട്ട് പാർട്ടിലി ക്രിസ്റ്റലൈനായിട്ട് മാറുന്നതുകൊണ്ടാണ് ആ മിൽക്കി അപ്പിയറൻസ് ഉണ്ടാകുന്നത്. അപ്പൊ ആ ഒരു പോയിന്റ് കൂടെ ഓർത്തിരിക്കണം. അമോർഫസ് സോളിഡ്സ് ചൂടാക്കുമ്പോ, ഹീറ്റ് ചെയ്യുമ്പോ, അതൊരു പ്രത്യേക ടെമ്പറേച്ചർ എത്തിക്കഴിയുമ്പോൾ അത് പതുക്കെ ക്രിസ്റ്റലൈനായിട്ട് മാറാറുണ്ട്. ഇനി അടുത്ത് ഞാൻ ഇപ്പോ ഈ ഡിഫറൻസ് കാണിക്കുന്ന ഒരു ചാർട്ട്, ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും തമ്മിലുള്ള ഡിഫറൻസ് ഒരു ചാർട്ട് ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റലൈൻ സോളിഡ്സിനകത്ത് പാർട്ടിക്കിൾസ് ലോങ് റേഞ്ചിങ് ഓർഡർ എക്സിബിറ്റ് ചെയ്യുന്നു. അമോർഫസ് സോളിഡ്സിനകത്ത് പാർട്ടിക്കിൾസ് ഷോർട്ട് റേഞ്ചിങ് ഓർഡർ മാത്രമേ ഉള്ളൂ. ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. അതേസമയം അമോർഫസ് സോളിഡ്സ് മെൽറ്റ് ഓവർ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ റേഞ്ചിലാണ് മെൽറ്റ് ചെയ്യുന്നത്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് അനൈസോട്രോപിക് ആണ്. Physical properties show different values when measured along different directions. പല ദിശകളിലും ആയിട്ട് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യുമ്പോൾ പല വാല്യൂസ് ആണ് കിട്ടുന്നത്. ഇവിടെ ആകുമ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ ഓൾമോസ്റ്റ് സെയിം ഇൻ ഓൾ ഡയറക്ഷൻസ്. അതുകൊണ്ട് ഐസോട്രോപിക് എന്ന് പറയും. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ട്രൂ സോളിഡ്സ് ആണ്. അമോർഫസ് സോളിഡ്സ് സ്യൂഡോ സോളിഡ്സ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് ആണ്. എക്സാമ്പിൾസ് കോഴ്സ്, NaCl. അമോർഫസ് സോളിഡ്സിന് എക്സാമ്പിൾ ഗ്ലാസ്, റബ്ബർ, പ്ലാസ്റ്റിക്. ഇതൊക്കെ അമോർഫസ് സോളിഡ്സ് ആണ്. ഇനി വേറെ ഡിഫറൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതിന് എന്താണ്, ഇതിന്റെ ഷാർപ്പ് എഡ്ജസ് അല്ലെങ്കിൽ വെൽ ഡിഫൈൻഡ് എഡ്ജസ് ആണ് ക്രിസ്റ്റലൈൻ സോളിഡിന് എന്ന് പറയാം. അമോർഫസ് സോളിഡ്സിന് ഇറഗുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫൈൻഡ് അല്ലാത്ത എഡ്ജസ് ആണുള്ളത്. റബ്ബറൊക്കെ നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ ഒരു ഡിഫൈൻഡ് എഡ്ജ് ഒന്നും കാണത്തില്ല. ഒരു മതി ഒരു ഇറഗുലർ ആയിട്ടാണ് അതിന്റെ എഡ്ജ് ഇരിക്കുന്നത്. അപ്പൊ അതിനേക്കുള്ള ഡിഫറൻസ് പറയാം. അപ്പോ തൽക്കാലം എത്രയും ഓർത്തിരുന്നാൽ മതി. പിന്നെ അടുത്തൊരു പോയിന്റ്, ഓൺ ഹീറ്റിംഗ് അമോർഫസ് സോളിഡ്സ് ബിക്കം ക്രിസ്റ്റലൈൻ അറ്റ് എ സെർട്ടൻ ടെമ്പറേച്ചർ. ഇതാണ് ഈ ഓൾഡ് സിവിലൈസേഷൻസ് മറ്റുമൊക്കെ കിട്ടുന്ന ഗ്ലാസ് ഒബ്ജക്ട്സ് മിൽക്കി അപ്പിയറൻസ് വരുത്താനുള്ള കാരണം അത് ക്രിസ്റ്റലൈനായി മാറുന്നത് കൊണ്ടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർക്കാൻ പറ്റുമല്ലോ. അപ്പൊ രണ്ട് ടൈപ്പ് സോളിഡ്സിനെ കുറിച്ച് പറയാം. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കുറിച്ചാണ്. അടുത്ത നമുക്ക് സോളിഡ്സിന് 4 ടൈപ്പ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഉണ്ട്. ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ നമുക്ക് വീണ്ടും ക്ലാസ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് അടുത്ത ചാർട്ട് നോക്കാം. ക്രിസ്റ്റലൈൻ സോളിഡ്സ് 4 ടൈപ്പ് ഉണ്ട്. നമ്മള് സോളിഡ്സിന്റെ പൊതുവെ ക്രിസ്റ്റലൈനും അമോർഫസും തിരിച്ചിട്ടായിരുന്നു. അത് നമ്മൾ ഡിഫറൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് പൊതുവെ 4 ടൈപ്പ് ഉണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഏത് ടൈപ്പ് പാർട്ടിക്കിൾ, ഞാൻ പറഞ്ഞില്ലേ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ആറ്റം ആകാം, മോളിക്യൂൾ ആകാം, അയോൺ ആകാം. നമ്മൾ ഈ അടുക്കാൻ ഉപയോഗിക്കുന്ന കണിക ആറ്റം ആകാം, മോളിക്യൂൾ ആകാം, അയോൺ ആകാം, അങ്ങനെയൊക്കെ വേണമെങ്കിലും ആകാം. അപ്പൊ അതിനനുസരിച്ച് അതിനിടയിലുള്ള ഇന്ററാക്റ്റീവ് ഫോഴ്സും വേരി ചെയ്യും. അതായത് ഇപ്പൊ അയോണുകളാണ് അടുക്കിയിരിക്കുന്നതെങ്കിൽ, പോസിറ്റീവ് നെഗറ്റീവ് അയോൺസിനെയാണ് പാക്ക് ചെയ്യുന്നതെങ്കിൽ അതിനിടയിലുള്ള അട്രാക്ഷൻ, അതിനെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ഇന്ററാക്ഷൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ ആയിരിക്കും. അതേസമയം ആറ്റംസ് ആണ് പാക്ക് ചെയ്യുന്നതെങ്കിൽ അതിനിടയിൽ ഒരിക്കലും വൈദ്യുതാകർഷണ ബലം വരില്ല. ആറ്റംസ് ന്യൂട്രൽ അല്ലേ, വൈദ്യുതാകർഷണം ഒരിക്കലും വരില്ല. അപ്പോ ഏത് തരം കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ഉപയോഗിച്ചിരിക്കുന്നു എന്നതിനനുസരിച്ച് ഈ പാർട്ടിക്കിൾസിനിടയിലുള്ള ഇന്ററാക്ഷനും മാറും. പാക്ക് ചെയ്യുമ്പോൾ ആ പാർട്ടിക്കിൾസിനിടയിൽ ഇന്ററാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പാർട്ടിക്കിൾസ് ചേർന്ന് നിൽക്കുള്ളൂ. ആ ഇന്ററാക്ഷൻ പാർട്ടിക്കിൾസിന്റെ നേച്ചറിനനുസരിച്ച് മാറും. ആ ബേസിസിലാണ് നമ്മളിപ്പോൾ ക്ലാസ് ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ. ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് and the nature of interactive force between the particles. ഏത് തരം പാർട്ടിക്കിൾസ് ആണ് പാക്ക് ചെയ്യുന്നത് എന്നതിനനുസരിച്ച്
ആ പാർട്ടിക്കിൾസിനിടയിലുള്ള ഇന്ററാക്റ്റീവ് ഫോഴ്സ് ഏതാണ് എന്നതിനനുസരിച്ചും നമ്മൾ 4 ടൈപ്പ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഉണ്ടെന്ന് പറയും. ക്രിസ്റ്റലൈൻ അമോർഫസും ആദ്യം തിരിച്ചു. അമോർഫസ് പോട്ടെ, ക്രിസ്റ്റലൈനെ കുറിച്ച് പറയുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്സ് 4 എണ്ണം ഉണ്ട്. 4 ടൈപ്പ് ക്രിസ്റ്റലൈൻ സോളിഡ് ഉണ്ട്. എന്തിനനുസരിച്ചാണ് 4 ടൈപ്പ്? ഏത് തരം കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, നേച്ചർ ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ്. 2, ദ ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ്. ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് 4 ടൈപ്പ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഉണ്ട്. അയോണിക്, കോവാലന്റ്, മോളിക്കുലാർ, മെറ്റാലിക്. അയോണിക് സോളിഡ്സ്, കോവാലന്റ് സോളിഡ്സ്, മോളിക്കുലാർ സോളിഡ്സ്, മെറ്റാലിക് സോളിഡ്സ്. ഫസ്റ്റ് കേസ് അയോണിക് സോളിഡ്സ്. അയോണിക് സോളിഡ്സിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് അയോൺസ് ആയിരിക്കും, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ്. അപ്പൊ അതിനിടയിലുള്ള ഇന്ററാക്റ്റീവ് ഫോഴ്സ്, അയോണുകളാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ അയോണുകളെ തമ്മിൽ ചേർത്ത് നിൽക്കുന്ന, പാക്ക് ചെയ്ത് നിൽക്കുന്ന ഇന്ററാക്റ്റീവ് ഫോഴ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആയിരിക്കും. എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്. കോമൺ എക്സാമ്പിൾ ആണ്, ഈസി ആയിട്ട് മനസ്സിലാകുന്ന കാര്യമാണ്. സോഡിയം ക്ലോറൈഡിനകത്തുള്ളത് Na+Cl- എന്നീ 2 അയോണുകളാണ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ്. ഈ അയോൺസിനെ പരസ്പരം ചേർത്ത് നിർത്തുന്നത്, പാക്ക് ചെയ്ത് നിർത്തുന്നത്, ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. അത്തരം സോളിഡ്സിനെ അയോണിക് സോളിഡ്സ് എന്ന് വിളിക്കും. ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഒക്കെ ഫെയർലി ഹൈ ആയിരിക്കും, അത്യാവശ്യം നല്ല ഉയർന്ന വാല്യൂസ് ആയിരിക്കും കാണിക്കുക. അയോണിക് ബോണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ ആണല്ലോ അതിനിടയിലുള്ളത്. അയോണിക് ബോണ്ട് എന്ന് പറയാം, ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ അഥവാ അയോണിക് ബോണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഉയർന്ന മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും അതിനുണ്ടാവുക. സോളിഡ് സ്റ്റേറ്റിൽ അത് ഇൻസുലേറ്റർ ആയിരിക്കും. സോഡിയം ക്ലോറൈഡ് സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ അത് ഇൻസുലേറ്റർ ആയിരിക്കും. പക്ഷെ ഇതിനെ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം Na+Cl- എന്നീ അയോണുകളായിട്ട് അത് ഡിസോസിയേറ്റ് ചെയ്യും, കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. അതുപോലെ സൊല്യൂഷൻ ഫോമിൽ, അതാണ് സൊല്യൂഷൻ ഫോമിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടക്ട് ആയിരിക്കും. അതുപോലെ മോൾട്ടൺ ഫോമിൽ, മോൾട്ടൺ ഫോം എന്ന് വെച്ചാൽ ഉരുക്കിയാൽ, സോഡിയം ക്ലോറൈഡിനകത്ത് വെള്ളം ചേർക്കാതെ തന്നെ ഉരുക്കി കഴിഞ്ഞാലും അത് Na+Cl- എന്നീ അയോണുകളായിട്ട് ഡിസോസിയേറ്റ് ചെയ്യും, അത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അയോണിക് സോളിഡ്സിന്റെ പ്രത്യേകത എന്തൊക്കെയാ? ഒരു അയോണിക് സോളിഡിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ആയിരിക്കും. അതിനെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ഇന്ററാക്റ്റീവ് ഫോഴ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ ആയിരിക്കും. എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്. മറ്റ് പ്രത്യേകത എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിന്റെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഫെയർലി ഹൈ, അത്യാവശ്യം ഉയർന്നതായിരിക്കും. പിന്നെ രണ്ടാമതൊന്നും എന്താ പറഞ്ഞേ, ഇത്തരം സോളിഡ്സ് ഇൻസുലേറ്റേഴ്സ് ആയിരിക്കും സോളിഡ് സ്റ്റേറ്റിൽ. പക്ഷെ ഇതിനെ നമ്മൾ മോൾട്ടൺ ഫോമിലോട്ടോ സൊല്യൂഷൻ ഫോമിലേക്കോ മാറ്റിക്കഴിഞ്ഞാൽ അത് അയോണുകളായിട്ട് ഡിസോസിയേറ്റ് ചെയ്യുകയും കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. അവിടെ നിൽക്കില്ല അയോണിക് സോളിഡ്സ്. അപ്പൊ അയോണിക് സോളിഡ്സിനകത്ത് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആയ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ്. അയോൺസിനിടയിലുള്ള ഇന്ററാക്റ്റീവ് ഫോഴ്സ് ഏതാണ്? ഇലക്ട്രോസ്റ്റാറ്റിക്. രണ്ടാമത്തെ ടൈപ്പ് കോവാലന്റ് സോളിഡ്സ്. കോവാലന്റ് സോളിഡ്സിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ആറ്റംസ് ആണ്. സിമിലർ ആറ്റംസ് ആവും, ഡിഫറെന്റ് ആറ്റംസ് ആവും. ഈ ആറ്റംസിനെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന അല്ലെങ്കിൽ പാക്ക് ചെയ്ത് നിർത്തുന്ന, ക്രോസ് പാക്ക് ചെയ്യുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് കോവാലന്റ് ബോണ്ടായിരിക്കും. ആറ്റംസിനെ തമ്മിൽ കണക്ട് ചെയ്ത് നിർത്തുന്നത് കോവാലന്റ് ബോണ്ടായിരിക്കും. ഡയമണ്ട്, ഗ്രാഫൈറ്റ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വട്ടം പഠിച്ചതാണ്. ഡയമണ്ടിൽ ഓരോ കാർബണിനെയും സറൗണ്ട് ചെയ്ത് 4 അതർ കാർബൺ ആറ്റംസ് ഇങ്ങനെ വരും. ഒരു കാർബണിന് ചുറ്റാകെ ടെട്രാഹെഡ്രലായിട്ട് 4 കാർബൺ ആറ്റംസ്, അത് ഓരോന്നിനും ചുറ്റാകെ വീണ്ടും 4 എണ്ണം. അങ്ങനെ കാർബൺ ആറ്റത്തിന്റെ ഒരു കോവാലന്റി ബോണ്ട് നെറ്റ്വർക്ക് നമ്മൾ പഠിച്ചതാണ്. ഗ്രാഫൈറ്റിലും അതെ. പക്ഷെ ഗ്രാഫൈറ്റില് ഒരു കാർബണിനെ സറൗണ്ട് ചെയ്ത് 3 കാർബണേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് അല്ലെ. പ്ലാനാറായിട്ട് ഒരു കാർബണിനെ ചുറ്റി പ്ലാനാറായിട്ട് 3 അതർ കാർബൺ ആറ്റംസ്, അതിനെ ചുറ്റി 3, അങ്ങനെ പോകും. കോവാലന്റ് ബോണ്ടാണ് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ അവിടെയും ഉള്ളത്. SiO2 നെറ്റ്വർക്കും കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്. സിലിക്കണും ഓക്സിജനും വെച്ച നെറ്റ്വർക്ക്, കോവാലന്റ് ബോണ്ട് നെറ്റ്വർക്ക് പഠിച്ചതാണ്. അതുപോലെ സിലിക്കൺ കാർബൈഡിനെ കാർബോറണ്ട എന്ന് വിളിക്കുന്ന സാധനമാണ് സിലിക്കൺ കാർബൈഡ്. ഇതിലെല്ലാം സിലിക്കണിനും കാർബണിനും ഇടയിൽ കോവാലന്റ് ബോണ്ട് ഉള്ളത്. അത് കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 2 ആറ്റങ്ങൾക്കിടയിൽ കോവാലന്റ് ബോണ്ട് ഉണ്ടായി നിൽക്കില്ല. ഒരാറ്റത്തിൽ നിന്ന് അടുത്തയിലേക്ക്, അതിന് അടുത്തയിലേക്ക് ഇങ്ങനെ കോവാലന്റ് ബോണ്ട് ഇങ്ങനെ എക്സ്റ്റെൻസീവ് ആയിട്ട് മൂവ് ചെയ്യും, ഒരു നെറ്റ്വർക്ക് പോലെ. അതുകൊണ്ട് കോവാലന്റ് സോളിഡ്സിനെ നെറ്റ്വർക്ക് സോളിഡ്സ് എന്ന് വിളിക്കാറുണ്ട്. ഇതിൽ ഡയമണ്ട് 3 ഡയമെൻഷണൽ നെറ്റ്വർക്ക് ആണ്. ഗ്രാഫൈറ്റിലാകുമ്പോൾ 2 ഡയമെൻഷണൽ നെറ്റ്വർക്ക്. അങ്ങനെയാണ് അല്ലെ. SiO2ലും 3 ഡയമെൻഷണൽ നെറ്റ്വർക്ക് ആണ്. എനിവേ നെറ്റ്വർക്ക് സോളിഡ്സ് എന്ന് തന്നെ വിളിക്കാറുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ ടൈപ്പ് സോളിഡ്സ് കോവാലന്റ് സോളിഡ്സ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിലെ രണ്ടാമത്തെ ടൈപ്പ് കോവാലന്റ് സോളിഡ്സ്.
കോവാലന്റ് സോളിഡ്സിനകത്ത് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആറ്റംസ് ആണ്. അതിനിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്, ഇന്ററാക്റ്റീവ് ഫോഴ്സ് കോവാലന്റ് ബോണ്ടാണ്. ആറ്റംസിനെ തമ്മിൽ ചേർത്ത് നിർത്തുന്നത് കോവാലന്റ് ബോണ്ടാണ്. ഡയമണ്ട്, ഗ്രാഫൈറ്റ്, SiO2, സിലിക്കൺ കാർബൈഡ്, ഇതെല്ലാം കോവാലന്റ് സോളിഡ്സിന് അല്ലെങ്കിൽ നെറ്റ്വർക്ക് സോളിഡ്സിന് എക്സാമ്പിൾസ് ആണ്. ഇനി കോവാലന്റ് ബോണ്ട്, എക്സ്റ്റെൻസീവ് കോവാലന്റ് ബോണ്ടിങ് ആണ് ഈ ആറ്റങ്ങൾക്കിടയിൽ ഉള്ളതെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത് എക്സ്ട്രീംലി ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് എക്സിബിറ്റ് ചെയ്യുന്ന സോളിഡ്സ് ആണ് കോവാലന്റ് സോളിഡ്സ്. ഉയർന്ന മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ആയിരിക്കും, ഹാർഡ് ആയിരിക്കും, നല്ല ഹാർഡ് ആയിട്ടുള്ള സോളിഡ്സ് ആണ്. പിന്നെ പൊതുവെ ഇത് ഇൻസുലേറ്റേഴ്സ് ആണ്, കണ്ടക്ട് ചെയ്തൊന്നുമില്ല. എക്സെപ്ഷൻ ഉണ്ട്, ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് എന്നത് ഡിഫറെന്റ് ആണ്. ഗ്രാഫൈറ്റ് ശരിക്കും സോഫ്റ്റ് ആൻഡ് സ്ലിപ്പറിയാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം ഈ ബ്ലോക്ക് എലമെന്റ്സ് പഠിച്ചതാണ്. ഗ്രാഫൈറ്റിന് ലേയേർഡ് സ്ട്രക്ചർ ആണുള്ളത് അല്ലേ. 3D നെറ്റ്വർക്ക് ഓഫ് കാർബൺ ആറ്റംസ് ആണ്. 2 ഡയമെൻഷണൽ നെറ്റ്വർക്ക് ഓഫ് കാർബൺ ആറ്റംസ് ആണ് ഗ്രാഫൈറ്റിലുള്ളത്. ഒരു കാർബണിനെ ചുറ്റി 3 അതർ കാർബൺ ആറ്റംസ് വരും പ്ലാനാർ ആയിട്ട്, ട്രയാങ്കുലർ പ്ലാനാർ. അപ്പൊ പ്ലാനാർ ആയിട്ടുള്ള ലേയേർഡ് സ്ട്രക്ചർ ആണ് ഗ്രാഫൈറ്റിനുള്ളത്. കാർബൺ ആറ്റംസ് കോവാലന്റ് ബോണ്ട് വഴി കണക്ട് ചെയ്യപ്പെട്ട് ഉണ്ടായിട്ടുള്ള ലെയറുകൾ, ഒരു കാർബൺ ലെയർ, അടുത്ത കാർബൺ ലെയർ, അങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അതിനിടയിൽ വാണ്ടർവാൾ ഫോഴ്സസ് എന്ന് പറയുന്ന വീക്ക് ഫോഴ്സസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് വളരെ സോഫ്റ്റുമാണ്, സ്ലിപ്പറിയുമാണ്. അത് സോളിഡ് ലൂബ്രിക്കന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു എന്നൊക്കെ പഠിച്ചു നമ്മള്. അത് കണ്ടക്ടറുമാണ്. കാര്യം കാർബണിൽ ആകെ 3 ബോണ്ടേ ഫോം ചെയ്തിട്ടുള്ളൂ. കാർബണിൽ ചുറ്റാകെ 3 ബോണ്ടുകളെ ഉണ്ടായിട്ടുള്ളൂ പ്ലാനാറായിട്ട്. 4 ഇലക്ട്രോൺ ഉണ്ട്. 3 കോവാലന്റ് ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് 1 ഇലക്ട്രോൺ ഫ്രീ ആയിട്ട് ഓരോ ആറ്റത്തിലും ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അത് കണ്ടക്ട് ചെയ്യും. അതുകൊണ്ട് ഗ്രാഫൈറ്റ് കണ്ടക്ടറാണ്, ഗ്രാഫൈറ്റ് സോഫ്റ്റ് ആണ്, സ്ലിപ്പറിയാണ്. അതൊക്കെ ഈ പൊതുവായ കൊവാലന്റ് സോളിഡ്സിന്റെ പൊതുവായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്ന് വ്യത്യസ്തമാണ് ഗ്രാഫൈറ്റ്. അതൊരു എക്സെപ്ഷണൽ കേസാണ്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇത് പൊതുവെ ഹാർഡാണ്. അതുപോലെ തന്നെ എന്താണ്, ഹൈ മെൽറ്റിംഗ്, എക്സ്ട്രീംലി ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് എക്സിബിറ്റ് ചെയ്യും. ഇൻസുലേറ്റേഴ്സ് ആണ്. ഇതൊക്കെയാണ് കോവാലന്റ് സോളിഡ്സിന്റെ പ്രത്യേകത. ഇപ്പൊ ജനറലൈസ് ചെയ്ത് നമ്മൾ പറഞ്ഞാൽ ബേസിക്കലി ആയിട്ടുള്ള ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ബാക്കി അതിന്റെ പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കൊള്ളേ ഉള്ളൂ. അയോണിക് സോളിഡ്സിനകത്തുള്ളത് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ആണ്. അതിനിടയിലുള്ള ഇന്ററാക്റ്റീവ് ഫോഴ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ആണ്. കോവാലന്റ് സോളിഡ്സിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ, അടിയിരിക്കുന്ന പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആറ്റംസ് ആണ്. അതിനിടയിലുള്ള ഇന്ററാക്ഷൻ കോവാലന്റ് ബോണ്ടാണ്. ഈ മോളിക്കുലാർ സോളിഡ്സിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മോളിക്യൂൾസ് ആണ്. അയോൺസും അല്ല, ആറ്റംസും അല്ല, മോളിക്യൂൾസ് ആണ്. ഫോർ എക്സാമ്പിൾ ഐസിനകത്ത് അയോണുകളില്ല. അയോണുകളാണോ ഉള്ളതല്ല, ആറ്റംസ് ആണോ ഉള്ളത് അല്ല. ഐസിനകത്ത് വാട്ടറിന്റെ മോളിക്യൂൾസ് ആണ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഓരോ വാട്ടർ മോളിക്യൂളായിട്ട് ഇങ്ങനെ ചുറ്റുവ എന്ന് പറയുന്ന മോളിക്യൂളായിട്ടാണ് കാണുന്നത്. അപ്പൊ മോളിക്യൂൾസ് ആണ് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ്. ഈ മോളിക്യൂൾസിനിടയിൽ എന്താണ് ഉണ്ടാകുന്ന ഫോഴ്സസ്, ഇന്റർ മോളിക്കുലർ ഫോഴ്സസിനെ നമ്മുടെ കളക്റ്റീവായിട്ട് വിളിക്കുന്ന പേര് വാണ്ടർവാൾസ് ഫോഴ്സസ്. മോളിക്കുലർ സോഴ്സിനകത്ത് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് ആണ്. അപ്പൊ മോളിക്യൂൾസിനെ തമ്മിൽ പാക്ക് ചെയ്ത് നിർത്തുന്ന ഫോഴ്സ് വാണ്ടർവാൾ ഫോഴ്സസ് ആണ്. വാണ്ടർവാൾ ഫോഴ്സസ് 3-4 തരമുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് മോളിക്കുലർ സോല്യൂഷൻ 2-3 ടൈപ്പ് ഉണ്ട്. നോൺ പോളാർ ആയിട്ടുള്ള മോളിക്കുലർ സോളിഡ്സ് ഉണ്ട്. എക്സാമ്പിൾ ഹൈഡ്രജൻ, സോളിഡ് ക്ലോറിൻ. ഇതൊക്കെ ഗ്യാസിറ്റിലുള്ള ഉദ്ദേശിക്കുന്നത് സോളിഡ് ആണ്. സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയാം. സോളിഡ് ഹൈഡ്രജൻ എടുത്താൽ അതിനകത്ത് ഹൈഡ്രജൻ മോളിക്യൂളുകൾ മാത്രമാണ് ഉള്ളത്. ഹൈഡ്രജന്റെ മോളിക്യൂൾസ് ഉണ്ട്. ഈ മോളിക്യൂൾസിനിടയിൽ എന്ത് തരം ഫോഴ്സ് ആണ് ഉണ്ടാവുക? ലണ്ടൻ ഫോഴ്സസ്. നോൺ പോളാർ ആണ്. ഓരോ ഹൈഡ്രജൻ മോളിക്യൂളും നോൺ പോളാർ ആയതുകൊണ്ട് ലണ്ടൻ ഫോഴ്സസ് എന്ന് പറയുന്ന ഫോഴ്സസ് ആണ്, അല്ലെങ്കിൽ ലണ്ടൻ ഫോഴ്സസ് അല്ലെങ്കിൽ ഡിസ്പേഷൻ ഫോഴ്സസ് നമ്മൾ വിളിക്കുന്ന ഫോഴ്സസ് മാത്രമാണ് ഈ ഹൈഡ്രജൻ മോളിക്യൂളിനിടയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഹൈഡ്രജൻ സോളിഡിഫൈ ചെയ്യുമ്പോൾ ഹൈഡ്രജന്റെ മോളിക്യൂളിനിടയിൽ ലണ്ടൻ ഫോഴ്സസ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരു നോൺ പോളാർ മോളിക്കുലാർ സോളിഡ് ആണ്. ഇനി പോളാർ മോളിക്കുലാർ സോളിഡ് ഉണ്ട്. ഇപ്പൊ സോളിഡ് അമോണിയ, സോളിഡ് SO2, സൾഫർ ഡയോക്സൈഡ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അമോണിയ പോളാർ ആണ്. അപ്പൊ അമോണിയ മോളിക്യൂൾ സോളിഡിഫൈ ചെയ്യാൻ നേരം അതിനിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ഒരു ഡൈപോളും അടുത്ത വേറെ ഡൈപോൾ, ഒരു അമോണിയ മോളിക്യൂൾ അടുത്ത അമോണിയ മോളിക്യൂൾ, ആദ്യത്തേതും ഡൈപോൾ രണ്ടാമത്തേതും ഡൈപോൾ. അപ്പൊ അതിനിടയിൽ ഉണ്ടാകുന്ന ഇന്ററാക്ഷൻ ഏതാ? ഡൈപോൾ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ പോളാർ ഇന്ററാക്ഷൻ. അതുകൊണ്ട് അതിനെ പോളാർ മോളിക്കുലാർ സോളിഡ് എന്ന് പറയും. H2Cl2 ഒക്കെ നോൺ പോളാർ മോളിക്കുലാർ സോളിഡിന് എക്സാമ്പിൾ. സോളിഡ് അമോണിയ, സോളിഡ് SO2 പോളാർ മോളിക്കുലാർ സോളിഡിന് എക്സാമ്പിൾ ആണ്. മൂന്നാമത് ടൈപ്പുകളുണ്ട് ഹൈഡ്രജൻ ബോണ്ടഡ്.
മോളിക്കുലാർ സോളിഡ്. ഐസിന് വാട്ടർ മോളിക്കൂളാണ് ഉള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് വാട്ടർ മോളിക്കൂളിനിടയിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ആണുള്ളത്. ഇല്ലേ? വാട്ടർ മോളിക്കൂളിനകത്തുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് നമ്മൾ കഴിഞ്ഞ പഠിച്ചതാണ്. ഒരു വാട്ടർ മോളിക്കൂളും അടുത്ത വാട്ടർ മോളിക്കൂളുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. പക്ഷെ സോളിഡ് അമോണിയ എടുത്താൽ ഒരു അമോണിയ അടുത്ത അമോണിയ തമ്മിലുള്ള ഇന്ററാക്ഷൻ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയില്ല. അതിനെ ഡൈപോൾ ഇന്ററാക്ഷൻ എന്നാണ് വിളിക്കുക. പോളാർ മോളിക്യൂൾസിനിടയിൽ ഉണ്ടാകുന്ന ഇന്ററാക്ഷൻ. അതേസമയം സോളിഡ് ഹൈഡ്രജൻ എടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജന്റെ മോളിക്യൂൾസിനിടയിൽ ഉണ്ടാകുന്ന ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ടും അല്ല, പോളാർ ഇന്ററാക്ഷനും അല്ല, പകരം നോൺ പോളാർ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ഏത് ഫോഴ്സ്, ലണ്ടൻ ഫോഴ്സ് ആയിരിക്കും. അപ്പൊ ഇതെല്ലാം ഇപ്പൊ ഡൈപോൾ ഇന്ററാക്ഷൻ ആയാലും ലണ്ടൻ ഫോഴ്സ് ആയാലും ഹൈഡ്രജൻ ബോണ്ട് ആയാലും അതെല്ലാം കളക്റ്റീവായിട്ട് വാണ്ടർവാൾ ഫോഴ്സിന്റെ കൂട്ടത്തിൽ വരുന്നതുകൊണ്ട് ജനറലൈസ്ലി നമ്മൾ പറയും മോളിക്കുലാർ സോളിഡിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് വാണ്ടർവാൾ ഫോഴ്സസ് ആണ്. ഇപ്പം 3 ടൈപ്പ് മോളിക്കുലാർ സോളിഡ് പുറത്തോളണം. മോളിക്കുലാർ സോളിഡ് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ 3 ക്ലാസ് പറഞ്ഞത്? അയോണിക് സോളിഡ്സ്, അതിനകത്ത് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ആണ്. അട്രാക്റ്റീവ് ഫോഴ്സ് ഇലക്ട്രോസ്റ്റാറ്റിക്. കൊവാലന്റ് സോളിഡ്സ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആറ്റംസ് ആണ്. ആറ്റംസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് കൊവാലന്റ് ബോണ്ട് വഴി. അതിനെ നെറ്റ്വർക്ക് സോളിഡ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. പിന്നെ മോളിക്കുലാർ സോളിഡ്സിനകത്ത് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് ആണ്. മോളിക്യൂൾസിനിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് വാണ്ടർവാൾ ഫോഴ്സസ് ആണ്. 3 ടൈപ്പ് മോളിക്കുലാർ സോളിഡ് പറഞ്ഞു. 4ാമത്തെ ടൈപ്പ് മെറ്റാലിക് സോളിഡ്സ്. മെറ്റാലിക് സോളിഡ്സിനകത്ത് എന്താണ് പ്രത്യേകത? അതിനകത്തുള്ള കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് മെറ്റാലിക് കെർണൽസ് ആണ്. എന്താ ഈ മെറ്റാലിക് കെർണൽസ് എന്ന് പറഞ്ഞാൽ? ഒരു മെറ്റൽ ലാറ്റിസ് എടുത്താൽ, മെറ്റലിന് അടുക്കിയിരിക്കുന്ന അടുക്കെടുത്താൽ കഴിഞ്ഞാൽ അതാണ് മെറ്റല് ആറ്റമായിട്ടല്ല ഇരിക്കുന്നത്. ഓരോ ആറ്റവും അതിന്റെ വാലൻസ് ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തി പോസിറ്റീവ് ചാർജുള്ള ഗോളങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്കറിയാം മെറ്റൽസിനകത്തുള്ള ഇലക്ട്രോൺസ്, വാലൻസ് ഇലക്ട്രോൺസ്, അത് ഫ്രീ ആയി പെട്ടെന്ന് എസ്കേപ്പ് ചെയ്തു. ഇപ്പൊ ഒരു മെറ്റൽ ലാറ്റിസ് എടുത്താൽ അതിനകത്തുള്ള ഒരു ആറ്റവും അറ്റോമിക് സ്റ്റേറ്റിലല്ല ഇരിക്കുന്നത്, പകരം അതിന്റെ വാലൻസ് ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തി പോസിറ്റീവ് ചാർജുള്ള ഗോളങ്ങളായിട്ടായിരിക്കും ഇരിക്കുന്നത്. ആ ഗോളങ്ങളെ അയോൺ എന്ന് ഒരിക്കലും നമ്മൾ വിളിക്കില്ല, അതിനെ കെർണൽ എന്നാണ് വിളിക്കുക. പോസിറ്റീവ് ചാർജുള്ള മെറ്റലിന്റെ ഗോളത്തെ കെർണൽ എന്ന് പറയും. അങ്ങനെ കെർണലുകളാണ് ലാറ്റിസിൽ കാണപ്പെടുന്നത്. മനസ്സിലായില്ല? ആ കെർണൽസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് മെറ്റാലിക് ബോണ്ടാണ്. ഇങ്ങനെ ഫോം ചെയ്യുന്ന കെർണലിൽ ആ കെർണലിൽ നിന്ന് ഓരോ കെർണലിൽ നിന്നും നഷ്ടപ്പെട്ട ഇലക്ട്രോണുകളെല്ലാം കൂടി ഇങ്ങനെ മോളിൽ നിന്നിട്ട് ഒരു ക്ലൗഡ് കണക്ക് നിൽക്കുകയും ഈ കെർണൽസിനെ ചേർത്ത് നിർത്തുകയും ചെയ്യും. അല്ലേ? മെറ്റാലിക് ബോണ്ട് എങ്ങനെയാണുള്ളത് പഠിച്ചിട്ടുണ്ട്. ലാറ്റിസിനകത്ത് മെറ്റൽ ലാറ്റിസില് ഇങ്ങനെ കെർണലുകൾ, ഓരോ ആറ്റത്തിൽ നിന്നും ഇലക്ട്രോൺ നഷ്ടപ്പെട്ട കെർണലുകൾ ഉണ്ടാവും. പോസിറ്റീവ് ചാർജുള്ള കെർണലുകൾ ഉണ്ടാവും. ഒന്നല്ല, ഒരുപാട്. ആ ലാറ്റിസിനകത്തുള്ള ഒരുപാട് കെർണലുകളെയാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഈ കെർണലുകളെ സറൗണ്ട് ചെയ്തുകൊണ്ട് ഇതിൽ നിന്ന് നഷ്ടപ്പെട്ട ഇലക്ട്രോണുകൾ ഒരു കൊട പോലെ അല്ലെങ്കിൽ ഒരു പുതപ്പ് പോലെ ഇങ്ങനെ മൂടി കിടക്കും ഈ മെറ്റലിന്റെ സർഫസ്. കാര്യം ഓരോന്നിനും നഷ്ടപ്പെട്ട ഇലക്ട്രോണുകളെല്ലാം കൂടെ ചേർന്ന് ഒരു ഇലക്ട്രോൺ ക്ലൗഡ് ഫോം ചെയ്ത് ആ ഇലക്ട്രോൺ ക്ലൗഡ് ഈ കെർണൽസിനെ സറൗണ്ട് ചെയ്ത് നിൽക്കും. ഇത് ഫ്രീ ഇലക്ട്രോൺസിന്റെ ഒരു ക്ലൗഡാണ്. ഈ ഫ്രീ ഇലക്ട്രോൺ എവിടെ നിന്നുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ മെറ്റലിൽ നിന്നും ഫ്രീ ആയ ഇലക്ട്രോണുകളെല്ലാം കൂടെ ചേർന്നാണ് മോൾഡിംഗ് ക്ലൗഡ് ഉണ്ടായത്. ഈ ഇലക്ട്രോൺ ക്ലൗഡാണ് ഈ കെർണലുകളെ ഇങ്ങനെ ചേർത്ത് നിർത്തുന്നത്, ഒരു പുതപ്പ് പോലെ. കാര്യം ഈ കെർണൽസ്, ഈ ക്ലൗഡ്, ഈ ഇലക്ട്രോൺ ക്ലൗഡുമായിട്ട് എല്ലാ കെർണൽസിനും ഇന്ററാക്ഷൻ കാണും. ഈ കെർണലിന് ഇതുമായിട്ട് ഇന്ററാക്ഷൻ കാണും, ഈ കെർണലിന് ഇതുമായിട്ട് ഇന്ററാക്ഷൻ കാണും, ഈ കെർണലിന് കാണും. അപ്പൊ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിനിടയിലുണ്ടാവും. ഈ കെർണലിൽ നിന്ന് ഈ ക്ലൗഡ് വഴി ഈ കെർണലിലേക്ക് ഒരു ഇന്ററാക്റ്റീവ് ഫോഴ്സ് എത്തിക്കും. ഡയറക്റ്റ് ഇല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് കെർണൽസിനിടയിൽ ഒരു പാക്കിംഗ് ഫോഴ്സ് ഉണ്ടാവും. ഈ ഇലക്ട്രോൺ ക്ലൗഡിനെ മൊത്തത്തിൽ ചുറ്റിക്കിടക്കുന്നത് കൊണ്ട് എല്ലാ കെർണൽസും ഈ ക്ലൗഡുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. അതിന് ഓപ്പോസിറ്റ് ചാർജസ് ആണ്. ഇലക്ട്രോൺ ക്ലൗഡിൽ നെഗറ്റീവ് ചാർജ് ആണല്ലോ, നെഗറ്റീവ് ചാർജ് ആണ്. അപ്പം കെർണൽസും ഈ ഇലക്ട്രോൺ ക്ലൗഡും തമ്മിലുള്ള ഇന്ററാക്ഷൻ ഉണ്ട്. ആ ഇന്ററാക്ഷൻ ഉള്ളതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് കെർണൽസിനിടയിൽ ഒരു പാക്കിംഗ് ഫോഴ്സ് ഉണ്ടാവും. ആ പാക്കിംഗ് ഫോഴ്സിനെയാണ് നമ്മുടെ മെറ്റാലിക് ബോണ്ട് എന്ന് പറയുന്നത്. മെറ്റൽസിനുള്ളിൽ കാണപ്പെടുന്ന ഈ ക്യാരക്ടറിസ്റ്റിക് ബോണ്ടിനെയാണ് മെറ്റാലിക് ബോണ്ട് എന്ന് പറയുന്നത്. ഈ മെറ്റാലിക് ബോണ്ട് വഴിയാണ് കെർണൽസിനെ പാക്കിംഗ് നിർത്തിയിരിക്കുന്നത്. അപ്പൊ 4ാമത്തെ ടൈപ്പ് സോളിഡ്സ് മെറ്റാലിക് സോളിഡ്സ്. മെറ്റാലിക് സോളിഡ്സിനകത്ത് ആരാ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്? മെറ്റാലിക് കെർണൽസ് ആണ്. മെറ്റാലിക് കെർണൽസിനെ ചേർത്ത് നിർത്തുന്ന ഫോഴ്സ് ഏതാണ്? മെറ്റാലിക് ബോണ്ട് ആണ്. എക്സാമ്പിൾസ് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സോളിഡ് മെറ്റൽസും എക്സാമ്പിൾ ആണ്. സോളിഡ് ഫോമിലുള്ള എല്ലാ മെറ്റൽസും, എല്ലാ മെറ്റൽസിനകത്തും ഉള്ളത് ഈ പറഞ്ഞാണ് മെറ്റാലിക് ബോണ്ട് തന്നെയാണ്. അതിനകത്ത് മെറ്റാലിക് കെർണൽസ് ആണ് പാർട്ടിക്കിൾസ് ആയിട്ടുള്ളത്. മെറ്റാലിക് സോൾഡ് ആണ്.
4 ടൈപ്പ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഏതൊക്കെയാ? അയോണിക് സോളിഡ്സ്, കൊവാലന്റ് സോളിഡ്സ് അഥവാ നെറ്റ്വർക്ക് സോളിഡ്സ്, മോളിക്കുലാർ സോളിഡ്സ്, മെറ്റാലിക് സോളിഡ്സ്. അപ്പൊ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ 4 ടൈപ്പ് സോളിഡ്സ്. അതിപ്പോ ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാൻ പറ്റുന്നത്. നമ്മളിപ്പോ പറഞ്ഞു വെച്ച കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. സോളിഡ്സ് സ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് പറഞ്ഞു. സോളിഡ്സിന്റെ ഡെഫിനിറ്റ് സൈസും ഷേപ്പും ഒക്കെ ഉണ്ട്. അതിന് കാരണം അതിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ്, അതായത് ആറ്റംസ് ആകാം, മോളിക്യൂൾ ആകാം, അയോൺ ആകാം, എന്തിനായാലും കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ക്ലോസ്ലി പാക്ഡ് ആയതുകൊണ്ടാണെന്ന് പറഞ്ഞു. പിന്നെ ക്രിസ്റ്റലൈൻ, അമോർഫസ് എന്നിങ്ങനെ 2 ടൈപ്പ് സോളിഡ്സും അത് തമ്മിലുള്ള ഡിഫറൻസും നമ്മൾ പറഞ്ഞു. അതിൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് മുഴുവൻ. ആ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ 4 ടൈപ്പ് ക്രിസ്റ്റലൈൻ സോളിഡ്സ് നമ്മൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. എക്സാമ്പിൾസ് ആണ് ഇത്രയാണ് ടൈപ്സ് ഓഫ് സോളിഡ്സിനകത്ത് വരുന്നത്. പിന്നെ നമ്മൾ ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കുറിച്ച് മറ്റേ ലാറ്റിസിനെ കുറിച്ച് ക്രിസ്റ്റലൈൻ സോളിഡ്സിനകത്ത് നമുക്കറിയാം അതിനകത്ത് പാർട്ടിക്കിൾസ് ലോങ് റേഞ്ചിങ് ഓർഡറോടുകൂടി ക്രമീകരിച്ചിട്ടുണ്ട്. ആ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് അയോണോ ആറ്റമോ മോളിക്യൂളോ എന്തുവാണോ ആകാമെന്ന് നമുക്കറിയാം. അതിനനുസരിച്ച് ഡിഫറന്റ് നെയിംസ് ഇട്ട് വിളിക്കും. എനിവേ പാർട്ടിക്കിൾസ് ഇങ്ങനെ ലോങ് റേഞ്ചിങ് ഓർഡറോടുകൂടി അടുക്കി വെച്ചിരിക്കുന്ന ലാറ്റിസ് ആണ് ക്രിസ്റ്റലൈൻ സോളിഡിനുള്ളത്. ആ ലാറ്റിസിനെ കുറിച്ചും ആ ലാറ്റിസിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്.